സാധാരണ പറയല്ലോ യാത്രകളാണ് പലതിൻ്റെയും തുടക്കം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇപ്പോഴത്തെ എൻ്റെ എക്സിസ്റ്റിംഗ് പാർട്ണർ മിസ്റ്റർ അബ്ദുൽ മജീദിന്, പിന്നെ വൺസ് സുരേന്ദ്രൻ, ഇവ 3 പാർട്ണർ. ഞങ്ങൾ ഇനിഷ്യലി ബിസിനസ് തുടങ്ങും 3 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. ട്രെയിനിൽ കയറി മുംബൈയിലേക്കുള്ള യാത്രയിൽ വളരെ എൻ്റർടൈനിങ് ആയിട്ട് അത് എൻ്റയർ കമ്പാർട്ട്മെൻറ്റ് വളരെ രീതിയിൽ എൻ്റർടൈൻ ചെയ്ത് മുന്നോട്ട് പോയി. വളരെ രസകരമായ യാത്രയായിരുന്നു. അവിടുന്ന് ഓൺ ദ വേ ഞങ്ങൾ രാജസ്ഥാനിലെ എൻ്റെ കൂടെ സീനിയർ മാനേജറായിട്ട് വർക്ക് ചെയ്ത ആൾ രാജസ്ഥാനിൽ ഇൻവൈറ്റ് ചെയ്തു. മാർബിളിൻ്റെ സ്ഥലമാണല്ലോ രാജസ്ഥാൻ. താജ്മഹലിനെ കുറിച്ചൊക്കെ കേട്ടിരുന്നു. അപ്പോൾ മാർബിൾ എന്താണെന്ന് അറിയാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി പ്രോസസ്സിങ് സ്ഥലങ്ങൾ, ക്വാറികൾ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ എനിക്ക് വളരെ ക്യൂരിയോസിറ്റി തോന്നി. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു. എനിക്ക് ആ പ്രോഡക്റ്റിൽ അല്ലെങ്കിൽ മാർബിൾ ഒരു ഇൻട്രസ്റ്റഡ് ആയി. അപ്പോൾ നമ്മൾ ഇതിന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലോ നല്ലതാണല്ലോ എന്ന് തുടങ്ങിയ ഒരു ആശയം, ആ സമയത്ത് ആ ജേണിയിൽ നിന്ന് തുടങ്ങിയ ഒരു ആശയമാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്നൊരു തീരുമാനം. അവിടുന്ന് എന്നെ സംബന്ധിച്ചും ബിസിനസിൻ്റെ ABC ഒന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ മുന്നോട്ട് ലക്ഷ്യമുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നൊരു തീരുമാനം എടുത്തു, ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകണമല്ലോ എന്ന് വെച്ച് തുടങ്ങി. നമുക്ക് ഇനിഷ്യലി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇനിഷ്യലി ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഒരു ക്യാപിറ്റൽ കൂടി ഇല്ലാത്തത് കൊണ്ട് നമ്മളൊരു ഇനിഷ്യലി കുറച്ച് മാർക്കറ്റിംഗ് ചെയ്തു. ഇങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ എൻ്റെ ഒരു വൺ മിസ്റ്റർ സലീം ഫ്രം പെരിന്തൽമണ്ണ, അയാളുടെ സിസ്റ്റർ വീട്ടിലേക്കുള്ള ഫസ്റ്റ് ഓർഡർ നമുക്ക് ഒരു 40,000 rupees അഡ്വാൻസ് തന്നതിലാണ് ബിസിനസ് തുടങ്ങുന്നത്.